റഷ്യ ആക്രമിച്ച യുക്രൈനിലെ 3 വർഷമായി തുടരുന്ന യുദ്ധം ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ മാത്രമേ അവസാനിക്കുകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുകയുണ്ടായി. ഞായറാഴ്ച പുറത്തിറങ്ങിയ അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡുമായുള്ള പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്നും യുദ്ധക്കളത്തിൽ ഒരു പരിഹാരവും വരില്ലെന്നും യുക്രൈനിന്റെയും റഷ്യയുടെയും പ്രസിഡന്റുമാരോട് പറയുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. സംഘർഷം പരിഹരിക്കാനുള്ള ശ്രേഷ്ഠമായ ദൗത്യത്തിന് ഡൊണാൾഡ് ട്രംപിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് ലോക നേതാക്കൾക്കും നന്ദി പറഞ്ഞ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരുന്നു. ലക്ഷ്യത്തിലേക്കുള്ള എല്ലാ നേതാക്കളുടെയും ശ്രമങ്ങളിലേക്ക് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കയോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ പുടിൻ ഇത് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം വൈറ്റ് ഹൗസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി മോദി ആവർത്തിച്ച് പറയുകയും ചെയ്തു. രാജ്യം നിഷ്പക്ഷമല്ല, മറിച്ച് സമാധാനത്തിന്റെ പക്ഷത്താണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി മോദി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായും പുടിനുമായും നിരവധി തവണ സംസാരിക്കുകയും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും യുദ്ധം സമാധാനപരമായി പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന 22ാമത് ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സമ്മേളനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പുടിനെ മോസ്കോയിൽ കണ്ടുമുട്ടി. ഓഗസ്റ്റിൽ യുക്രൈനിലേക്കും യാത്ര ചെയ്തിരുന്നു. രണ്ടവസരങ്ങളിലും സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള പാതയിൽ സജീവമായി പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തുമെന്നും അതുപോലെ തന്നെ അമേരിക്ക യുക്രൈന്റെ മേലിലേക്കുള്ള ഒരു കണ്ണും ഇപ്പോൾ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ യുക്രൈനെ സഹായിക്കാൻ വന്ന അമേരിക്ക യുക്രൈനിലെ ധാതുലവണങ്ങളും അതുപോലെ തന്നെ സ്വത്തും കണ്ടിട്ടാണ് അവിടെ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നാണ് പരദൂഷണം. എന്നാൽ യഥാർത്ഥത്തിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളത് പുടിന് വ്യക്തമായി തന്നെ അറിയാം. അതിനാൽ തന്നെ പുടിന്റെ പ്രവർത്തനങ്ങളിൽ പല രീതിയിലുമുള്ള സഹകരണങ്ങൾ ഇപ്പോൾ രാജ്യങ്ങളിലെ നേതാക്കൾ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന നാറ്റോ രാജ്യങ്ങളിൽ യുക്രൈന് എതിരെ സംസാരിക്കാനും അതുപോലെ തന്നെ അമേരിക്ക എതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പല രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും ഇപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയാണ് ഇപ്പോൾ പ്രബല ശക്തികളിൽ ഒന്നാമൻ എന്ന് നമുക്ക് വ്യക്തമാണ്. പ്രബല ശക്തികളിലെ ഒന്നാമൻ ഈ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. അതിന് മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ട് ലഭിക്കും. യഥാർത്ഥത്തിൽ ഇനിയും യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളതും തീർച്ചയാണ്. അതിൻ്റെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ എല്ലാ പ്രധാനമന്ത്രിമാരും ഒരുമിച്ച് നിന്ന് നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.